ഹലോ, ഹായ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് പണി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയത്. നല്ല പനി, ചുമ, തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുടുവിന് പിന്നെ നേരത്തെ മരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാം കൂടെ യുദ്ധമാണ് കേട്ടോ. കുടുവിന് പൂത്തിരി കിട്ടിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിവാലിനെ കണ്ടപ്പം അവർ യുദ്ധം കണ്ടിട്ട് എനിക്ക് ഭ്രാന്തായി. ഞാൻ അവിടെ നിന്ന് കയറി പോന്നു. ഞാൻ പോകുകയെന്നും പറഞ്ഞ് ഞാൻ പോന്നു. പോരുന്നവർ പോരീന്നും പറഞ്ഞു കേട്ടോ. ആദ്യക്കൂട്ടം പിന്നെ അവിടെ അതിൻ്റെ മുകളിൽ കുറേ ബലം പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ പോയത് നമ്മളെ കൊട്ടാരത്തിലേക്കാണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ ഞങ്ങളുള്ളിടത്തോളം കാലം അവിടെ ഒരു കപ്ലങ്ങ മരം പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പോന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയല്ലേ, ഇനി ഞാനിവിടെ സ്വസ്ഥമായിട്ടുണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ടൊരു കപ്ലങ്ങ മരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിറയെ കപ്ലങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നും പോയി വരുമ്പം കണ്ടിട്ട് പോരുകയെന്നല്ലാണ്ട് ഒരെണ്ണം പോലും പറിച്ചുകൊണ്ട് വരില്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരെണ്ണം നമുക്കും കൊണ്ടുപോവാം എന്ന്. അപ്പോഴത്തേക്കും ചേട്ടായും പണി കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോരോ പണിയായിട്ടോ. ഈ കാണുന്ന വീഡിയോ പിടിച്ചത് ആരാന്നറിയാം? ഞങ്ങളെ കുഞ്ഞിക്കുടുവാണ് കേട്ടോ. ഇളക്കല്ലേ കൊടു എന്ന് പറയുമ്പോൾ കൊടു പറയും, ഇല്ലമ്മേ ഇളക്കിയിട്ടില്ല എന്ന്. എവിടെ? അങ്ങനെ അച്ഛനും മക്കൾ സ്കൂൾ വിട്ട് വന്ന് എൻ്റെ അടുത്തേക്കായിരുന്നല്ലോ. പിന്നെ വൈകിട്ട് നേരെ നമ്മളെ പറമ്പിലും അവിടെ പണിയെടുക്കാൻ ആരും ഒരു മടിയും കാണിച്ചില്ല കേട്ടോ. വീട്ടിലെ യുദ്ധവും വഴക്കമൊന്നും പണിസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ആളാൻ വീതം അണ്ണാറക്കണ്ണയും തന്നാലായതെന്ന് പറഞ്ഞ പോലെ എല്ലാവരും അവനവന് പണിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ. ആദ്യക്കൂട്ടന് എത്താത്ത പണിയും വന്നാത്ത പണിയും എടുക്കാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അവന് വലിയ പണികളെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവനെക്കൊണ്ട് പറ്റുന്ന ചെറിയ പണി അതങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ മടിയായിരിക്കും, പറ്റാത്ത ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. എനിക്കൊക്കെ ഇപ്പോൾ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നില്ല, പറ്റാത്തതും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. പക്ഷേ അത് തീരുന്നുണ്ടായിരുന്നില്ല. രാത്രി ഏറെ ആയിട്ട് ഞങ്ങളെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുമാതിരിയൊക്കെ ഷെഡെല്ലാം പൊളിച്ച് ഞങ്ങൾ ഒരുമാതിരിയൊക്കെ എല്ലാം നമ്മളെ പറമ്പിലേക്കും അപ്പുറത്തെ സുരേഷേട്ടൻ്റെ പറമ്പിലേക്കും കുറേ വിറക് മമ്മീൻ്റെ പറമ്പിലേക്കും എല്ലാവർക്കും ഓരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം തിരിച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയായി കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കണം. സ്ഥാനമൊക്കെ ഓർമ്മയുണ്ടാവുമോ ആവോ. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും മക്കളും പിടുത്തം വിട്ടു, ഞങ്ങളെല്ലാവരും പിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ശരാ പോരുമ്പം കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വെണ്ടക്കത്താളിപ്പായിരുന്നിട്ട് പകൽ വെണ്ടക്കയും തക്കാളിയും കൂടെ താളിച്ചിരുന്നു. ആദ്യം ഓർത്ത് മെല്ലെ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോന്നാലോ എന്ന്. അങ്ങനെ പോക്കറ്റ് തുറന്ന് നോക്കിയപ്പോഴാണ് വേണ്ട, വീട്ടിൽ പോകണം നല്ലതെന്ന് തോന്നിയത് കേട്ടോ. കാരണം ഞങ്ങൾ 5 ആളല്ലേ. അപ്പോൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കുടുവിന് ചെന്നപാട് കുടുവിനെ നല്ലപോലെ തേച്ച് കുളിപ്പിച്ച് ഒരു മുട്ട എടുത്ത് കൊടുത്തു കേട്ടോ. പാവം കുടുവൊക്കെ 8 മണി വരെ താഴെ തന്നെ ഇരുന്നു കേട്ടോ. അവനവിടെ ഇരുന്ന് അവനെക്കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ പെറുക്കിയിട്ടോ. അതിന് ശേഷം പിന്നെ അവൻ വീഡിയോയും കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും കിടന്നാൽ മതി, കിടക്കാൻ മാത്രമേ തോന്നുള്ളായിരുന്നു. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാവുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് എന്താ പറയുക, അപ്പം നമ്മളെ ക്ഷീണവും കൊഴുക്കും എല്ലാം മറന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ കുതിര ചാടുന്ന മാതിരി ചാടി പണിയൊക്കെ എടുക്കും. ഈ ചാട്ടം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും ഒരു വീഴ്ച. പിന്നെ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് അവിടെ കിടക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഗ്യാസ് 2 ദിവസമായി തീർത്ത് ഇന്നലെ നിറച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാക്കി കാര്യമൊക്കെ മക്കളായിക്കോളെ. പഠിക്കുന്ന കാര്യത്തിലും അല്ലാത്ത ചില കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഒച്ചപ്പാട് കേട്ടോ. അപ്പോൾ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവർ വളരെ സപ്പോർട്ട് തന്നെയാണ്. ചില സമയത്ത് ഇവരെ കുരുത്തക്കേട് കണ്ടാൽ എൻ്റെ ദൈവമേ നാട് വിടാനും തോന്നും. അങ്ങനെ ഗ്യാസ് കുറ്റിയൊക്കെ കണക്ട് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യക്കൂട്ടം തന്നെയാണ് കേട്ടോ. അവൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ല സ്മാർട്ടാണ്. അപ്പോൾ അതെടുക്കാനും അത് മാറ്റാനും അത് പിടിപ്പിക്കാനും ഒക്കെ അവൻ തന്നെ മതി. അങ്ങനെ ഗ്യാസ് കുറ്റി കണക്ഷനൊക്കെ കൊടുത്തു. റെഡി ആയോ നോക്കാൻ വേണ്ടി ഞാൻ ചോറും കലം എടുത്ത് മാറ്റിയേ. അപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം കേട്ടോ, ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യാൻ. അങ്ങനെ വരുന്ന വഴി നോക്കുമ്പോൾ ഉണ്ട് ചേട്ടായി ചിക്കന് വാങ്ങിയിരുന്നു കേട്ടോ വന്നത്. ചിക്കൻ കണ്ടപ്പോൾ ശരിക്കും ജീവനുള്ള കോഴി എന്ന് പറത്തിച്ച് വിടാമെന്നൊക്കെ തോന്നിയെന്ന് കേട്ടോ. പിന്നെ എണ്ണം പഠിക്കുന്നതല്ല കേട്ടോ. ഞാൻ 1, 2, 3, 4 എന്നൊക്കെ എണ്ണി നോക്കിയാൽ 5 ആകുമ്പോഴത്തേക്കും കറി ആവുമോ നോക്കി, എവിടെ ആയില്ല കേട്ടോ. പിന്നെ വീണ്ടും ചിക്കൻ വെള്ളത്തിലിട്ട് ഉള്ളി നന്നാക്കി വെച്ചു, ചിക്കൻ കഴുകി നന്നാക്കി. അപ്പോഴത്തേക്കും നമ്മളെ ബക്കാടി അവിടെ സാധനം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബക്കാടി വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, പോടാ ബക്കാടി ഇവിടെ ഒന്നുമില്ലടാന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ എന്താണേലും വേണ്ടില്ല, ചിക്കൻ്റെ നുള്ളിയിട്ട് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനോ, ഇവിടെ 5 ആൾക്ക് നുള്ളി കൊടുക്കണ്ടേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുറത്തോട്ട് നുള്ളുമ്പോൾ കിട്ടാത്തത്.
നമുക്കും എത്തിക്കണ്ടേ. അവിടെ ഞാൻ എണ്ണി നോക്കി, പക്ഷേ ചിക്കൻ കറി ആയില്ല കേട്ടോ. എല്ലാവരും കാണാം വീഡിയോയിൽ ഇങ്ങനെ 1, 2, 3 എന്നൊക്കെ എണ്ണുമ്പോഴത്തേക്കും കറി ആവണത്. എനിക്ക് മാത്രം എന്താണാവോ എണ്ണീട്ടാവാത്തത്. എന്തായാലും വേണ്ടില്ല, ഞാൻ എണ്ണി നോക്കി കറങ്ങി നോക്കി ഒക്കെ ചെയ്തു, പക്ഷേ രക്ഷയില്ല. അപ്പോഴത്തേക്കും കാലുവേദന തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കുടുവിനോട് പറഞ്ഞു, കുടു അമ്മേൻ്റെ ചെരുപ്പ് ഒന്ന് കൊണ്ടുത്താ കുടു എന്ന് പറഞ്ഞപ്പോൾ കുടു ഇന്ന് അമ്മയ്ക്ക് കണ്ണ് കാണൂലെന്നും പറഞ്ഞ് കുടു കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ അതുകൂടെ ചെരുപ്പില്ലാണ്ട് നടക്കാനേ പറ്റൂല കേട്ടോ. ഇനി ചിക്കൻ പാത്രത്തിലിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു വീഡിയോ പിടുത്തമൊക്കെ പിടിച്ച് നോക്കി, എന്നിട്ട് ചിക്കൻ കറി ആയില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം 4 ഇടി 4 പൊടി 4 അടി. ഈ അടി എന്ന് പറയുന്നത് നമ്മൾ വടിയെടുത്ത് അടിക്കലല്ല കേട്ടോ, കുക്കറിലുള്ള ഒരു അടി ഉണ്ടല്ലോ, ആ അടി. 4 വിസിൽ വന്നാൽ കറി റെഡിയാണല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ സമയക്കുറവ് മൂലം നമുക്ക് വിസിലടിപ്പിക്കുകയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. നമ്മളെ ആരോഗ്യം വളരെ മോശമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും പിടുത്തം വിട്ടിരിക്കുകയാണ്. കണ്ടില്ല, ആദ്യക്കുട്ടൻ്റെ കയ്യിൽ ബുക്കും ഉണ്ട് പെന്നും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു സൈഡിലൂടെ തിന്നുകൊണ്ടാണ് മറ്റേ സൈഡിലൂടെ അവൻ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിശന്ന് വിരിഞ്ഞിരിക്കുകയാണ്. കൊടുവൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. കയറിയിട്ട് ഇതെന്താ അമ്മ എണ്ണീട്ടും പറഞ്ഞിട്ടൊന്നും ചിക്കൻ ആവാത്തതെന്നാണ് കൊടി ചോദിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവരെയും വക ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇടിച്ച് പൊടിച്ചു. പിന്നെ ആവശ്യത്തിന് പൊടികൾ അങ്ങോട്ട് ഇട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ഇടി പൊടി അടി എന്ന് പറഞ്ഞാൽ വിസിലടി. അപ്പോൾ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊടിയിട്ടപ്പോൾ കൊടുവിനൊരാഗ്രഹം, കൊടുവിനും പൊടി ഇടണത്. ഇതിപ്പോൾ തമ്പുരാനറിയാം ഇത് പൊടി കൂടുമോ കുറയുമോ, ചിക്കൻ കറി കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. എന്താണ് സകല ദൈവങ്ങളെ വിളിച്ച് പൊടി എല്ലാവരും ആളാം വീതം ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ അങ്ങോട്ട് അതിൽ കിടന്ന് മറിയട്ടെ, ആവശ്യത്തിന് എരിവും പുളിയും പിടിച്ചിട്ട് ഇങ്ങോട്ട് മറിയട്ടെ എന്ന് വിചാരിച്ചു. അതാ വന്നു വിസിൽ. ഈ തലയാട്ടുന്നത് കണ്ടാൽ വിചാരിക്കും ചിക്കൻ കറിയൊക്കെ കൂട്ടി രുചി നോക്കിയിട്ട് ആ അടിപൊളിയാന്ന് പറയുന്നതാണ്. അല്ല കേട്ടോ, വിസിൽ വന്നപ്പോൾ മനസ്സിലൊരു സന്തോഷം, ഇപ്പോൾ തിന്നാനായല്ലോ എന്ന്. അപ്പോൾ ഇതാ കല്യാണം വീട്ടിൽ വരി നിൽക്കുന്ന പോലെ ഇതാ പിന്നെ നമ്മളെ പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം വരിയായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് ഞാൻ കഴുകാൻ വരാമെന്ന്. ഉണ്ടില്ലേ, ഇപ്പോൾ കറങ്ങിയപ്പോൾ കറിയായി കേട്ടോ. ഇതാണ് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും കറിയാവും എന്ന് പറയുന്നതിൻ്റെ സീക്രട്ട് ഇപ്പോഴാട്ടോ മനസ്സിലായത്. അങ്ങനെ ഞാനും ഒന്ന് കറങ്ങി എൻ്റെ ചട്ടിയും പാത്രവും പിടിച്ച് ഞാനും ഒന്ന് കറങ്ങിയപ്പോൾ എനിക്ക് ചിക്കൻ കറി ആയിട്ടോ. സംഭവം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങോട്ട് കറങ്ങി ഒന്ന് ഇങ്ങോട്ട് കറങ്ങിയാൽ കറി റെഡിയാണ് കേട്ടോ. ഇതാണ് മക്കളെ സ്വർഗം എന്ന് പറയുന്നത്. എന്താ രുചി, കണ്ടാലറിയാം. ആങ്ങിയ ആക്ഷേപങ്ങളൊക്കെ കണ്ടാൽ വിചാരിക്കും ചിക്കൻ കറി എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാന്ന്. പക്ഷേ വിശപ്പിൻ്റെ മൂർധന്യ അവസ്ഥയിൽ കറിക്ക് ഭയങ്കര രുചി തന്നെ ആയിക്കോട്ടോ. പിന്നെ ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഈ കോപ്രായങ്ങളൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമുള്ള ഏർപ്പാടുകളാണ്. അങ്ങനെ ഏർപ്പാടുകളെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചട്ടിയിലോ കലത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുക്കർ ഒഴിവാക്കി ചട്ടിയിലേക്ക് കറി മാറ്റി കഴിഞ്ഞപ്പം കുക്കർ മെല്ലെ വടിക്കണമല്ലോ, അല്ലാതെ കഴുകി കളയാൻ നഷ്ടമല്ലേ. അവിടെയും ബിസ്ക്കറ്റ് തന്നെ. ഈ പിശുക്ക് എന്ന് മാറും നമ്പുരാനെ. എന്താണേലും ഞാനും അത് വടിച്ച് കഴിച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ അമ്മ എന്താ അമ്മ തിന്നണേന്ന് ചോദിച്ചു. കണ്ടില്ലേ, ആരും കാണാതൊന്നും തിന്നാനും പറ്റൂല കേട്ടോ. ഇനി എന്തായാലും വേണ്ടില്ല, മക്കൾക്ക് തിന്നാൻ ചോറ് കൊടുത്തിട്ട് കുടു പറഞ്ഞു അമ്മേ ഇതെങ്ങനെ തിന്നും ചൂടാ അമ്മേന്ന്. എന്നാൽ പിന്നെ ഞാൻ റെഡിയാക്കി തരാം കുടുവെന്നും പറഞ്ഞ് അവന് വേണ്ടത് ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ മക്കളും 3 കഴിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ എവിടെ പോയും ചോദിക്കണ്ട കേട്ടോ, ഒരാൾ നേരത്തെ കഴിച്ചിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. ആൾ താഴത്തെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന പാട് തന്നെ ഉള്ള കറിയും കൂട്ടി കഴിച്ചിട്ട് ആൾ കിടന്ന് കൂർക്കം വലിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാനും പോയി മേല് കഴുകി വന്ന് നോക്കുമ്പോൾ കാലത്തെ ചോറ് അത് മതി കേട്ടോ. പിന്നെ രാത്രിക്കത്തെ ഭക്ഷണ ലേശം കുറയ്ക്കുന്നത് നല്ലതാണല്ലോ. അവസാനം കുറച്ച് കുറയും, അത് നല്ലതാണ്. അപ്പോൾ ആരോഗ്യത്തിന് ആവശ്യത്തിന് മാത്രമേ കഴിക്കുകയുള്ളൂ. അല്ല കാലം നിറയുണ്ടെങ്കിൽ നല്ല പാത്രവും നിറയും. അങ്ങനെ എന്തായാലും വേണ്ട ഞാനും കൈയിട്ട് വാരി ചോറെടുത്തു. പിന്നെ നമ്മളെ ചിക്കൻ കറിയും കൂട്ടി ഞാനും ഒരു തട്ട് കെട്ടിയിട്ടോ. അപ്പോൾ വെണ്ടക്കത്താളിപ്പൊന്നും ആർക്കും വേണ്ട കേട്ടോ, ഈ പറയുന്നത് എനിക്ക്. ഇത് നമ്മൾ അമ്മമാരെ എല്ലാവരെയും സ്വഭാവം തന്നെ ആയിരിക്കുമല്ലേ. ഇഷ്ടപ്പെട്ട കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം അവിടെ ഉള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കിയൊക്കെ തിന്നും. സത്യം പറഞ്ഞാൽ മാറ്റി വെച്ചാൽ കേട്ടോ, മറന്നു പോയതാണേ. അങ്ങനെ ഉള്ള കറിയെല്ലാം കൂട്ടി ഞങ്ങളെല്ലാവരും ചോറൊക്കെ ഉണ്ട്. അപ്പോഴും കിട്ടി എനിക്കൊരു ശത്രുവിനെ കേട്ടോ. എന്താണാവോ എന്നോടാണ് ഭയങ്കര ശത്രുത. പിന്നെ മെല്ലെ പറിച്ചു മാറ്റിയിട്ട് ഇതിപ്പോൾ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ ഭാഗ സമ്മാനമാണോ എന്നറിയില്ല. എന്താണേലും വേണ്ടിയില്ല, എടുത്ത് മാറ്റിയിട്ട് കളയാനൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ കൈയിട്ട് മാറ്റാൻ കാലത്ത് ചോറില്ല എന്നുള്ള ഓർമ്മ വന്നത് കൊണ്ട് അത് തന്നെ അങ്ങോട്ട് വാരി കഴിച്ചു കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തമ്പുരാനേ ഗുളിക കുടിക്കണമല്ലോ എന്ന് ഓർത്തതേ. ഗുളിക എടുത്തപ്പോഴാണെങ്കിലും എൻ്റെ ഈശ്വര കണ്ണ് കാണുന്ന പോലുമില്ല. അത്രയും കുഞ്ഞു ഗുളിക, ഇതെങ്ങനെ ഞാൻ മുറിക്കും തമ്പുരാനെന്ന് ഓർത്തു കേട്ടോ. കുഞ്ഞു ഗുളികയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് കൊടും ഗുളികേൻ്റെ ഡോസാണ് കേട്ടോ. ഈ അലർജീൻ്റെ ഗുളിക അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നേരം വെളുക്കുന്നതും രാത്രിയാവുന്നതൊന്നും നമ്മളറിയില്ല കേട്ടോ. ഭൂമിയും ആകാശമൊക്കെ കറങ്ങുന്ന മാതിരിയേ തോന്നുള്ളൂ. അപ്പം നോക്കുമ്പം അത് ഒരെണ്ണം കുടിക്കണം. പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, അതാണെങ്കിൽ ഒരു കുഞ്ഞു ഗുളികയാണ്, അത് മുറിച്ചെടുക്കണം. ഇതെങ്ങനെ അളന്ന് മുറിക്കുക ഈശ്വരാന്ന് കുറേ ഞാൻ ആലോചിച്ചിട്ടോ. അളന്ന് മുറിക്കാൻ നോക്കുമ്പോൾ കത്തിയെടുത്ത് മുറിക്കാനില്ല, പിന്നെയെന്ന് പറഞ്ഞാൽ കൈ പിടിക്കാനും ഇല്ല. എന്താണെങ്കിലും വേണ്ടിയില്ല, നുള്ളി പൊട്ടിച്ച് ഞാനത് മുറിച്ച് കുടിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ നേരം വെളുത്താൽ എണീക്കില്ല. നമ്മൾ എഴുന്നേറ്റില്ലേ പിന്നെ വീട്ടിലത്തെ കാര്യം നടക്കില്ലല്ലോ. മക്കൾക്ക് ആളാൻ വിധം മുറിച്ച് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ. മുറിച്ച് തിന്നാൻ കൊടുക്കണേ, നമ്മൾ ചട്ടിയിലും കാലത്തിലും വേവിക്കണ്ടേ. എന്നാലും വേണ്ടില്ല, ഞാൻ സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തി അളവും തൂക്കവും ഒക്കെ പിടിച്ച് മെല്ലെ അങ്ങോട്ട് പൊട്ടിച്ചു. എന്താണേലും ഒരാൾ വലുതും ഒരാൾ ചെറുതുമാണ് കേട്ടോ. സാരമില്ല, വലിയ ആൾ ഇന്ന് കഴിക്കുക, ചെറിയ ആളെ നാളെ കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഒരു കഷ്ണം മാറ്റി വെച്ചു, ഒരു കഷ്ണം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരാളുണ്ട് കേട്ടോ. എപ്പോൾ ഗുളിക എടുത്ത് മുറിക്കാൻ നിന്നാലും അല്ലെങ്കിൽ ഗുളിക കുടിക്കാൻ നിന്നാലും ഒരാൾ ഓടി വരും. കാരണം എന്നെ എപ്പോഴും അമ്മ ഗുളിക കുടിപ്പിക്കുന്നതല്ലേ, അല്ലെങ്കിൽ മരുന്ന് കുടിപ്പിക്കുന്നതല്ലേ. അങ്ങനെ ഇപ്പോൾ അമ്മ സ്വന്തം കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരും കേട്ടോ. അമ്മയ്ക്ക് ഞാൻ എന്താ വായിലിട്ട് തരാം, അമ്മയ്ക്ക് ഞാൻ വായിലിട്ട് തരാമെന്നും പറഞ്ഞിട്ട്. കാരണം അവനെപ്പോൾ പനി വന്നാലും ജലദോഷം വന്നാലും കുടിക്ക് കൊടുവോ, മരുന്ന് കുടിക്ക് കൊടുവോ എന്നും പറഞ്ഞ് ഞാൻ യുദ്ധം വെട്ടുന്നതാണ്. അപ്പോൾ അതിനുള്ള വാശി തീർക്കുന്നതാണ്. അപ്പോൾ ഒരു ശിക്ഷയാണ് അത്. അങ്ങനെ അവൻ്റെ വക ഗുളിക വായിലിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയില്ല കൊടു, ഒന്നും കൂടി ഉണ്ടറാ, ചോറ് തിന്നതിൻ്റെ ബാക്കി സ്ഥലം നമുക്ക് നിറയ്ക്കണ്ടേന്ന് വെച്ചു. അങ്ങനെ മുഴുവൻ ഗുളിക എടുത്തു കേട്ടോ. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുടുവിൻ്റെ വക വായിലിട്ട് തരില്ലായിരുന്നേ. ഈ ഗുളിക വായിലിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് കേട്ടോ. നാവിൻ്റെ മുകളിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയോ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അമ്മോ, അത് നാവിൽ വെക്കുമ്പോൾ ഉള്ളൊരു ചവർപ്പ്. വെള്ളത്തിലിട്ടിട്ട് ഒറ്റ വിഴുങ്ങുകയാണെങ്കിൽ ഓക്കെയാണ്, അല്ലാത്ത പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. ഏതായാലും വേണ്ടില്ല, കൊടു അതെല്ലാം വായിലേക്ക് ഇട്ടു. അപ്പം എന്നാൽ പിന്നെ അവൻ ആ മരുന്നെല്ലാം എൻ്റെ വായിലേക്ക് ഇട്ട് തന്നപ്പോഴാണ് ഇവനൊരു പണി കൊടുക്കണമല്ലോ എന്ന് ഞാൻ ഓർത്തത്. കാരണം അവന് മരുന്ന് കൊടുക്കാനുണ്ട്. അവിടെ നിൽക്കടാ, നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊടു ഓട്ടം ഓടാൻ നോക്കിയെങ്കിലും പിന്നെ മനസ്സോടെ അവൻ തിരിച്ചു വന്നു കേട്ടോ. കൊടുവിനൊരു സൂത്രം തരാം അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊടു ഒരു ഓട്ടം ഓടിയേ. പിന്നെ എന്തോ മനസ്സ് എന്തോ പാവമല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും തിരിച്ചു വന്നത്. പിന്നെ മൂപ്പരിപ്പം അങ്ങനെ ആരെയും ആശ്രയിക്കാനൊന്നും തൽപരനല്ല, സ്വന്തം കുടിക്കാമെന്നുള്ളൊരു വാശിയാണ് കേട്ടോ. അങ്ങനെ എന്താണേലും വേണ്ടില്ല, ഞങ്ങളെ കൂടു മരുന്നൊക്കെ വാങ്ങി സ്വന്തമായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ സ്വന്തം ചെയ്യണം എന്നുള്ളൊരു ഇതായി മാറിയിട്ടുണ്ട് കേട്ടോ. ആള് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, കുറേ അടി യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ മരുന്നോട് മാത്രം എന്തായാലും എവിടെ എത്തൂല കേട്ടോ. പിന്നെ തൊണ്ടവേദന, കലശലായ തൊണ്ടവേദനയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലേശം ചൂടുവെള്ളം എടുത്തിട്ട് ഉപ്പിട്ടിട്ട് കളകളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോന്നാവോ? ഞാനിങ്ങനെയാണ് കേട്ടോ. എനിക്ക് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേ രക്ഷയുള്ളൂ. പിന്നെ എങ്ങോട്ടാണ് ഈ പുതപ്പ് മൂടി പോകണേ, കക്കാനാണോന്ന് വിചാരിക്കണ്ട കേട്ടോ. കക്കാൻ പോയതല്ല, മെല്ലെ പുട്ടുകുടത്തിൽ ലേശം തുളസിയിലയും പറിച്ചിട്ടിട്ട് ആവി പിടിക്കുകയാണ് കേട്ടോ. ഇത് നല്ലൊരു ആശ്വാസം തന്നെയാണ്. ഇതേ ഉള്ളൂ നമുക്ക് മാർഗം, അല്ലാതെ നമ്മളെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ലപോലെ ആവി അങ്ങ് പിടിച്ചു കേട്ടോ. മൂക്കും കണ്ണും മുഖവും ഒക്കെ പറഞ്ഞത് എന്താ ഇവളീ വലിച്ചു തരുന്നതാവോന്ന് കേട്ടോ. അതുമാതിരി ചൂടായിരുന്നേ. പക്ഷേ ആ ചൂട് കൊള്ളുന്ന സമയത്ത് നല്ല സുഖം ഉണ്ടായിരുന്നു, കൊണ്ടു കഴിഞ്ഞപ്പം ഒത്തിരി സുഖം കുറയുകയും ചെയ്തു കേട്ടോ. എന്തായാലും ആ സമയത്തൊന്ന് മൂക്ക് തുറക്കും, പിന്നെ മൂക്കടഞ്ഞു കേട്ടോ. ഈ വാതിൽ ആരാണാവോ അടയ്ക്കണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുക. ഈ ജലദോഷം പിടിക്കുമ്പോഴത്തേക്കും മൂക്കിൻ്റെ വാതിൽ അടയ്ക്കണവരെ എവിടെ നിന്ന് വരുന്നതാണാവോ. എന്തായാലും വേണ്ടില്ല, വാതിലടച്ചാലും തുറന്നാലും ഞാനിതെല്ലാം ചെയ്തു കേട്ടോ. ഇവന്മാരെങ്ങനെ വിട്ടാൽ പറ്റുമല്ലോ. ആവിയും പിടിച്ചു, ഉപ്പുവെള്ളവും പിടിച്ചു, മരുന്നും കുടിച്ചു. അത്രയ്ക്കായോ? എന്തായാലും വേണ്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൊടു ചോദിച്ചു, എന്താ അമ്മ ഈ കാണിക്കണേന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, കൊടുവിന് അമ്മ ആവി പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞേ. കൊടുവിന് ആവി വേണ്ടാന്ന് പറഞ്ഞു കൊടു അവിടെ മാറി നിന്ന് തന്നെ ഓടി കേട്ടോ. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട കൊടു, ഞാനിത് ചെയ്യട്ടേന്ന്, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ചായ കിട്ടില്ല എന്ന് പറഞ്ഞേ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ണ് ചൊറിച്ചിൽ ഭയങ്കരമാണ് കേട്ടോ. അലർജീൻ്റെ പ്രശ്നം കൊണ്ട് വന്നാൽ എല്ലാവരും ഒരുമിച്ചേ വരുള്ളൂ, ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ടാണ് എല്ലാ ഭാഗത്തിനും മരുന്ന് കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കണ്ണിൽ മരുന്ന് ഇട്ടിരിക്കുമ്പോൾ എൻ്റെ വിചാരം കണ്ണിലേക്ക് ആരോ കല്ല് കൊണ്ടുവന്നിടുന്ന പോലെയാണ്. ഓരോ തുള്ളി വീഴുമ്പോഴും ഞാൻ ഓരോ ഞെട്ടലാണ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, കണ്ണിൽ മരുന്നും കുറ്റിച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എരിപൊരി സഞ്ചാരം.
പിന്നെ ആ സഞ്ചാരം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സുഖം. നെല്ലിക്ക തിന്ന പോലെ, നെല്ലിക്ക തിന്നുമ്പോൾ ഇത്തിരി കയ്പ്പാണല്ലോ, പക്ഷെ തിന്ന് കഴിയുമ്പോൾ നല്ല മധുരമല്ലേ. അതുപോലെ തന്നെ ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആഹാ പൊളിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ണിനൊക്കെ അത്യാവശ്യം ചൊറിച്ചിൽ കുറവുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒച്ചയടപ്പ് മാറിയിട്ടില്ല, എന്നാലും ആശ്വാസം.